വീട്ടിലുള്ള അംഗങ്ങൾക്കിടയിൽ പരസ്പരം കലഹങ്ങൾ, ഐക്യക്കുറവ്, ഒരുമയില്ലായ്മ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹങ്ങൾ, അവരുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുക, പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയാതെ വരിക, അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോട് അനുസരണ ഇല്ലാത്ത അവസ്ഥ, ദുശ്ശീലങ്ങൾ, മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ടു പോവുക, വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് മറ്റു വീടുകളിൽ കാണാത്ത പോലെ വീടിൻ്റെ സമാധാന അന്തരീക്ഷം തകരുക. ഈ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ട് എങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ വീടുകളിൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത അവസ്ഥകൾ, ചില സ്ഥലങ്ങളിൽ ദുർഗന്ധം വമിക്കുക, മാറാലകൾ വന്നുകൊണ്ടിരിക്കുക, എത്ര തുടച്ചു വൃത്തിയാക്കിയാലും മാറാലകൾ കുമിഞ്ഞുകൂടുക, അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കിടയിൽ അസുഖങ്ങൾ ഉണ്ടാവുക. അസുഖങ്ങളൊക്കെ ഭൗതിക സാഹചര്യം മൂലമായിരിക്കാം. എന്നാൽ ഹോസ്പിറ്റലുകളിൽ മറ്റും പോയി കഴിഞ്ഞാൽ ടെസ്റ്റുകൾക്ക് വിധേയമായാൽ ആ ടെസ്റ്റുകൾക്കൊന്നും പ്രശ്നമുണ്ടാകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കുറിക്കുകയും ആ മരുന്നുകൾ കഴിക്കുകയും വീട്ടിൽ വന്നാൽ വീണ്ടും പ്രശ്നമുണ്ടാകും. വീട്ടിൽ വന്നാൽ ശരീരത്തിന് വേദനകൾ ഉണ്ടാവുക, ശരീരം മുഴുവൻ വേദന ഉണ്ടാവുക, നീരുണ്ടാവുക, ശരീരത്ത് ചൊറിച്ചിലുകൾ അനുഭവപ്പെടുക. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആ പ്രശ്നം കാണുന്നതുമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വീട്ടിൽ അതിശക്തമായ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ അടിക്കടി മരണപ്പെടുക. 4-5 കോഴി ഉണ്ടാവുക, പെട്ടെന്ന് നോക്കുമ്പോൾ ആ കോഴിക്ക് തീനം വന്നത് മരണപ്പെടുക, അല്ലെങ്കിൽ ആടിന് തീനം വന്ന് മരണപ്പെടുക. ആകസ്മികമായി ഉണ്ടാകുന്ന വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന മരണങ്ങൾ, അപകടങ്ങൾ. ഫലവൃക്ഷ തൈകൾ പെടുന്നനെ പട്ടുപോവുക, നശിച്ചു പോവുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവുക. രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, തലവിരിപ്പുണ്ടാവുക, ദുസ്വപ്നങ്ങൾ കാണുക. ഇതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം.